അങ്ങനെ നമ്മൾ പറശ്ശിനിയിൽ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിലൊക്കെ കയറി ഒരു രാത്രി 8:30 9 മണിയോടുകൂടിയാണ് പറശ്ശിനിയിൽ എത്തിയത്. അവിടെ അന്നദാനം 9:15 വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പോഴും മുത്തപ്പൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം മുത്തപ്പനെ കയറി കണ്ടിട്ട് അന്നദാനത്തിനകത്ത് പങ്കുചേർന്നു. അപ്പോൾ അന്നദാനം കഴിച്ചു. അതിനുശേഷം വീണ്ടും അവിടെ മുത്തപ്പൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നുകൂടെ മുത്തപ്പനെ ഒന്ന് കയറി കണ്ട് അവിടുത്തെ ഊട്ടുവരെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ പിന്നെ അവിടെ രാവിലെ മുത്തപ്പനെ കയറി കണ്ടിട്ട് നമുക്ക് നേരെ കൊട്ടിയൂർ പോകണം. അങ്ങനെ അവിടുത്തെ നദിയിലൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ കഴിയുന്നതിന് ശേഷം നേരെ മുത്തപ്പൻ്റെ അടുത്ത് കയറുകയാണ്. മുത്തപ്പൻ ഇപ്പം അവിടെ ഉണ്ട്. അപ്പോൾ 2 മുത്തപ്പനും തിരുവപ്പനും ഉണ്ട് കേട്ടോ. അപ്പം അവിടെ കയറി മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചേട്ടോ. എനിക്ക് വലിയൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി കേട്ടോ. നേരെ ചെന്ന് കയറി കണ്ടു മുത്തപ്പനെ. അന്നേരം തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് കഴിയാറായപ്പം കയറി മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അവിടെ എല്ലായിടും കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് കൊട്ടിയൂരെത്തണമായിരുന്നു കേട്ടോ. അങ്ങനെ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇത് ചോറ് ഉണ്ണുന്ന സ്ഥലമാണ്. അവിടെ അന്നേരം എല്ലാം അവിടെ ആ ഭാഗങ്ങളിലെല്ലാം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് മുത്തപ്പൻ്റെ പ്രസാദമാണ് കേട്ടോ. പയറും തേങ്ങാക്കൊത്തും കേട്ടോ. അതും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി കൊട്ടിയൂർ എത്താനായിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊട്ടിയൂരിന് പോകും കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ പ്രസാദമൊക്കെ ഇത് സത്യൻ ചേട്ടനായിരുന്നു കേട്ടോ. സത്യൻ ചേട്ടൻ പ്രസാദമൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ സത്യൻ ചേട്ടനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ കൊട്ടിയൂർക്ക് പോവാണ്. ഇനി കൊട്ടിയൂരെത്താൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി കൊട്ടിയൂരത്തെ വിശേഷങ്ങളായി അടുത്ത വീഡിയോ.